അതായത് ഈ ടെക്നോളജി, റോബോട്ടിക്സ്, റീഹാബിലിറ്റേഷൻ എന്നുള്ള വിഷയത്തിൽ ഇപ്പോൾ WHO-വും മറ്റ് ഇൻ്റർനാഷണൽ ഏജൻസികളും ഈ മേഖലയിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുമ്പോൾ തന്നെ ലോകത്തിൽ നടക്കുന്ന ഏറ്റവും വിപ്ലവകരമായ ചില സാധനങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പം ഈ ഒരു കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ എലൻ മസ്കിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ട്വീറ്റ് എന്ന് പറയാൻ പറ്റില്ല, എക്സ്. അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന കാര്യം വെച്ചാൽ ഈ ന്യൂറാലിങ്ക് എന്നുള്ള അദ്ദേഹത്തിൻ്റെ കമ്പനി ഒരു പുതിയ സാധനം കൊണ്ടുവന്നു. അതിന് ബ്ലൈൻഡ് സൈറ്റ് എന്നാണ് വിളിച്ചത്. ബ്ലൈൻഡ് സൈറ്റ്. ഈ ബ്ലൈൻഡ് സൈറ്റ് എന്ന് പറയുന്നത്, അത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്ലൈൻഡ് സൈറ്റ് നമ്മുടെ ഒപ്റ്റിക് നെർവും ഐസും രണ്ടും ഇല്ലെങ്കിലും ഓസിപിറ്റൽ കോട്ടക്സ് ഉണ്ടെങ്കിൽ, വിഷ്വൽ കോട്ടക്സ് അവിടെ ഉണ്ടെങ്കിൽ കാഴ്ച നൽകാൻ പറ്റാവുന്ന ഒരു ഉപകരണമാണ് ഈ അവർ കണ്ടുപിടിക്കുന്ന ബ്ലൈൻഡ് സൈറ്റ് എന്നുള്ള സാധനം. അപ്പോൾ പറഞ്ഞു വെച്ചാൽ ആദ്യം അത് വളരെ ഗ്രാഫിക്കലായിട്ട് കുറച്ച് മാത്രമേ കാണുമെങ്കിൽ പറ്റുമെങ്കിൽ പോലും പിന്നീട് നമ്മുടെ വിഷ്വൽ സ്പെക്ട്രത്തിന് കടന്നുകൊണ്ട് മറ്റ് അതായത് ഈ മൈക്രോവേവ്, അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ് പോലുള്ള ഈ മേഖലയിൽ പോലും കാണാൻ പറ്റാവുന്ന രീതിയിൽ ഉള്ള വിഷനാണ് ഡെവലപ്പ് ചെയ്യുന്നുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപക്ഷെ പറഞ്ഞാൽ ടെക്നോളജി നമ്മളുടെ വാട്ട് ഈസ് കോൾഡ് ആസ് നോർമൽ എന്ന ഒന്നിനെ റീഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അഷ്റഫ് സാർ ഉണ്ടായ സമയത്ത് സാമൂഹ്യ സുരക്ഷാ മിഷനിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ സമയത്തായിരുന്നു ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ്റെ ഒരു പരിപാടി ആരംഭിക്കുന്നുള്ളത്. അപ്പം അതിനു മുമ്പ് തന്നെ കേരളത്തിൽ ആദ്യം കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത ഒരു കുട്ടി MBBS കിട്ടിയിട്ട് അവരുടെ MBBS കഴിഞ്ഞു. അതിന് ശേഷം അവരുടെ കല്യാണത്തിന് പോകാൻ എനിക്ക് പറ്റിയിരുന്നു. അപ്പോൾ അവരുടെ ഈ ചെറുക്കൻ്റെ അച്ഛൻ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ചോദിച്ചു, ഈ കുട്ടിയുടെ കേൾവി സുരക്ഷിതമായിരിക്കുമല്ലോ, കുറച്ചാളും കഴിഞ്ഞാൽ കേൾക്കാതാവില്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മകൻ്റെ അകത്തുള്ള കേൾവി എന്ന് പറയുന്നത് അത് സമയത്തിനനുസരിച്ച് ഡീഗ്രേഡ് പോകത്തേ ഉള്ളൂ. കാരണം അതിൻ്റെ അകത്തുള്ള മൈക്രോവേവിലേക്ക് കുറച്ചേരം കഴിയുമ്പോൾ അത് തളർന്ന് അത് കുറച്ചേരം കഴിയുമ്പോൾ നമ്മൾ ഈ നോർമൽ സാധനമായതുകൊണ്ട്, നാച്ചുറൽ സാധനമായതുകൊണ്ട് തന്നെ പ്രായത്തിനനുസരിച്ച് ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇവളുടെ അകത്തുള്ളത് ടെക്നോളജിയാണ്. ആദ്യം അവൾ ഉപയോഗിച്ചിരിക്കുന്ന സ്പ്രിൻറ്റ് മോഡലായിരുന്നു, പിന്നീട് അത് BTE മോഡലായി, പിന്നെ ഇപ്പം ഇതിൻ്റെ അകത്ത് വെക്കുന്ന ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് ഈ ഹെയറിൻ്റെ അകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സാധനമാണ്. അതിൻ്റെ അകത്തുള്ള ഓരോ ടെക്നോളജി കൂടി വരികയാണ്. അപ്പം ഇവരുടെ ഈ കുട്ടിയുടെ ചെവി അപ്ഗ്രേഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ കേൾവി അപ്ഗ്രേഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. നിങ്ങളുടെ മകൻ്റെ കേൾവി കുറഞ്ഞു വരിക ചെയ്യുക. അപ്പം നിങ്ങളുടെ മകന് കേൾക്കാതായാലും ഇവക്ക് കേൾക്കാതാവില്ല. അതൊരു വസ്തുതയാണ്. ടെക്നോളജി ഹാസ് ടു ഗോ ടു ദാറ്റ് ലെവൽ. അപ്പോൾ ഈ മേഖലക്കകത്ത്, ഈ ടെക്നോളജി മേഖലക്കകത്ത്, ഈ ആരോഗ്യ മേഖലക്കകത്ത് ടെക്നോളജിയുടെ ഇമ്പോർട്ടൻസ് ഒരു കാലത്ത് കാര്യമായിട്ട് പെർസീവ് ചെയ്ത സമയത്താണ് KM അബ്രഹാം സാർ എന്നുള്ള, എനിക്ക് ചില പേരുകൾ നമുക്ക് കൂടെ പരാമർശിക്കേണ്ടതുണ്ടെന്നുള്ള, അന്ന് അഷ്റഫ് സാറ് സാമൂഹ്യ സുരക്ഷാ മിഷൻ ഉണ്ടായ സമയത്ത് SID, സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റീസ് തുടങ്ങിയ സമയം പാരലായിട്ട് മറ്റൊരു സാധനം കൂടി ഒരു ഇനീഷ്യേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. അത് KDISC എന്നുള്ള ഒരു സംവിധാനം തുടങ്ങി. ആ KDISCിൻ്റെ അകത്ത് YIP എന്ന് യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ സാധനം തുടങ്ങി. ഈ KDISC സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് ചേർന്നുകൊണ്ട് കുറേ കാര്യങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്ത കൂട്ടത്തിൽ ഒരുപക്ഷെ ആ സമയത്താണ് ഈ ജെൻ റോബോട്ടിക്സിൻ്റെ ഇതുണ്ടാവുന്നത്. ആക്ച്വലി ജെൻ റോബോട്ടിക്സിൻ്റെ ആരാ ഇവിടെ ഉള്ളത്? അപ്പോൾ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ പറയാം. അപ്പോൾ അത് വെച്ചാൽ, ആദ്യമായിട്ട് ഈ ബാൻഡിക്കൂട്ട് എന്നുള്ള സാധനം ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഈ നൗഷ എന്നുള്ള ഒരാൾ മാൻഹോളിൽ മരണപ്പെട്ടതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഈ മാൻഹോളിൻ്റെ അകത്തേക്ക് പോകാവുന്ന ഒരു സാധനത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടാണ് ശരിക്ക് ജനശ്രദ്ധ നേടുന്നത്, അല്ലെങ്കിൽ ആളുകളുടെ ശ്രദ്ധ നേടുന്നത് ആ സമയത്താണ് ഈ ജെൻ റോബോട്ടിക്സും. പിന്നെ അതിനുശേഷം ഈ ബാൻഡിക്കൂട്ട് വന്നതിന് ശേഷമാണ് ഈ ടെക്നോളജി ഹെൽത്തിലേക്ക് വ്യാപിപ്പിച്ചാലുള്ള ഒരു പ്രോസ്പെക്ട്സ് അന്വേഷിച്ചിട്ടാണ് ആദ്യം എക്സോസ്കെലറ്റൻ്റെ മുകളിൽ കുറച്ച് വർക്ക് ചെയ്യുന്നു അല്ലേ. എക്സോസ്കെലറ്റൻ്റെ മുകളിൽ വർക്ക് ചെയ്യും, പിന്നീട് ഈ റോബോട്ടിക് റീഹാബിലിറ്റേഷനിലേക്ക് വരികയും ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റ് കമ്പാരിസൺ, ഞാൻ അന്ന് NIPMRൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സമയത്ത് നമ്മൾ അതിനു വേണ്ടിയിട്ട് ഈ റോബോട്ടിക് റീഹാബിലിറ്റേഷൻ്റെ ഒരു യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് അവിടെ നോക്കിയപ്പം ഒരു ഗ്ലോബൽ ലീഡർ ഈ കാര്യത്തിലുണ്ടല്ലോ, അവരുടെ ഒരു മെഷീൻ നമ്മളവിടെ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചപ്പം അതിന് വരുന്ന കോസ്റ്റ് ഏകദേശം 5.5 കോടി രൂപയായിരുന്നു. ആ സാധനത്തിൽ അവിടെ വെക്കാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റ്. അതിൻ്റെ ഏറ്റവും മുകളിലൊരു വേസ്റ്റ് ഉണ്ട്,
കമ്പ്യൂട്ടറൈസ്ഡ് റീഹാബിലിറ്റേഷൻ എൻവോയ്മെൻ്റ് എന്ന് മറ്റൊരു കെയർ എന്ന് മറ്റൊരു സംവിധാനം ഉണ്ടായിരുന്നു. അത് ആക്ച്വലി 12 കോടി രൂപയാണ്. അതൊരു ഒരു വലിയ ഒരു ഗ്ലോബ് പോലത്തെ സാധനമാണ്. അതിൻ്റെ അകത്ത് റീഹാബിലിറ്റേഷൻ ചെയ്യാവുന്ന ഒരു സാധനം. അപ്പോൾ ബേസിക്കലി ഈ ടെക്നോളജികൾ നമുക്ക് ആക്സസിബിൾ ആവണമെങ്കിൽ അതിൻ്റെ ഒന്ന് കോസ്റ്റ് റിഡക്ഷൻ ചെയ്യണം, നമുക്ക് ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കണം, അത് എന്താ അഫോർഡബിൾ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അവിടെയാണ് ജെൻ റോബോട്ടിക്സിൻ്റെ എഫേർട്ടിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു റോൾ വരുന്നത്. ബട്ട് ടേക്കിംഗ് ഇറ്റ് ടു ദ പീപ്പിൾ ആക്ച്വലി റിക്വയർസ് സമ്മൺ ലൈക്ക് ഇപ്പം ഇദ്രീസ് ഡോക്ടർ പോലെയുള്ള ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടാവേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അങ്ങനെ ഒരു സാധനം ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ ആക്ച്വലി സമ്മൺ ഷുഡ് ടേക്ക് ദാറ്റ് ഇനീഷ്യേറ്റീവ് ഓഫ് ടേക്കിംഗ് ഇറ്റ് ടു ദി പീപ്പിൾ. അത് ഗവൺമെൻറ് ചെയ്തിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തുടക്കത്തിൽ കുറച്ച് സ്ഥലങ്ങളിൽ ഈ അഡൾട്ടിന് വേണ്ടിയിട്ടുള്ള ഇത് ചെയ്തല്ലോ. എത്ര സ്ഥലത്തോടെ ഇപ്പം 7 സ്ഥലങ്ങളിൽ ഇത് ചെയ്തു. പക്ഷേ ഇത് ഫോർ ദ ഫസ്റ്റ് ടൈം ഇറ്റ് ഈസ് ആക്ച്വലി ബീങ് ഡൺ ഫോർ ദി പീഡിയാട്രിക് ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇത് ഒരു പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിരിക്കും ഇങ്ങനത്തെ ഒരു സാധനം ഈ ജെൻ റോബോട്ടിക്സിൽ ചെയ്യുന്ന മറ്റേ ഇന്ത്യൻ കമ്പനി എന്ന രീതിയിൽ ചെയ്യുന്നത്. മറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പം റിലയൻസിൻ്റെ അവിടെ ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു റിലയൻസിൻ്റെ മുംബൈയിൽ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഗോയിങ് ടു ക്രിയേറ്റ് എ റെവല്യൂഷൻ. ഈ ഒരു മേഖലക്കകത്ത് ഡിസബിലിറ്റി മേഖലക്കകത്ത് പ്രത്യേകിച്ച് ഗെയ്റ്റ് ഡിസബിലിറ്റിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ മൊബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡിസബിലിറ്റീസും പ്രത്യേകിച്ച് കുട്ടികളുണ്ടാകുന്ന ഡിസബിലിറ്റീസ് സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഗെയിം ചേഞ്ചറായിട്ട് തന്നെ ഇത് മാറാൻ വേണ്ടി പോവുകയാണ്. ഇത് മാറുന്നതോടൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ടത് ഇതൊരു തുടക്കം മാത്രമാണ്. ഈ റോബോട്ടിക് റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ ടെക്നോളജി ഇൻ റീഹാബിലിറ്റേഷൻ എന്ന സ്ഥാനത്ത് ഞാൻ നേരത്തെ എലൺ മസ്കിൻ്റെ കാര്യം സൂചിപ്പിച്ച പോലെ നമുക്കുള്ള അനുഭവത്തെ ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ്റെ പദ്ധതികളെക്കുറിച്ച് സൂചിപ്പിച്ച പോലെ ടെക്നോളജി ഈസ് ഗോയിങ് ടു ആക്ച്വലി റെവല്യൂഷനൈസ് ദിസ്. ഇഫ് യു ഡോണ്ട് ഗെറ്റിംഗ് ടു ദ പേസ് ഓഫ് ദർ ആക്ടിവിറ്റി, നമ്മളതിന് ആ വേഗതയിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിൽ വി വിൽ ബി ലെഫ്റ്റ് ബിഹൈൻഡ്. അതിപ്പം ഇനി ഈ AI ടെക്നോളജി വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് AI മെഡിക്കൽ ടെക്നോളജിയിൽ ഉണ്ടാക്കുന്ന മാറ്റം ഓരോ ദിവസവും ഞാൻ അടുത്ത് ഈ TBയിൽ യു ആർ ഹാവിങ് ഒരു WHO കൺസൾട്ടേഷന് വേണ്ടി ഐ വാസ് നോട്ട് ഇൻ ദ TB. ആ TB പരിപാടിയിലേക്ക് നമ്മൾ പഴയ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ഷിബു ഡോക്ടർ എന്നുള്ളവർ വന്നിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഒരു ഇത് നടത്തുകയാണ്, ഒരു സ്റ്റാർട്ടപ്പ് പോലത്തെ. സ്റ്റാർട്ടപ്പ് ആക്ച്വലി എസ്റ്റാബ്ലിഷ്ഡ് കമ്പനി. അത് അവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്റേസ്, അതായത് 1 മില്യൺ എക്സ്റേയെ ഇത് AI കൊണ്ട് പഠിപ്പിച്ചു. ഈ 1 മില്യൺ എക്സ്റേസ് പഠിപ്പിച്ചിട്ട് TB ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റേ കൊണ്ട് TB ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഈവൺ ആസ് ദ സ്ലൈറ്റസ്റ്റ് ഏറ്റവും ഏർലിയസ്റ്റ് സ്റ്റേജിൽ, പിന്നെ അതുകൂടാതെ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഏർലിയസ്റ്റ് സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇറ്റ്സ് ഗോയിങ് ടു മേക്ക് എ കൈൻഡ് ഓഫ് ഇത്. അതുപോലെ റീഹാബിലിറ്റേഷൻ മേഖലക്കകത്തും ഓൾമോസ്റ്റ് എവ്രി ബോഡി പാർട്ട് പീപ്പിൾ ആർ റിയലി വർക്കിംഗ് ഓൺ. ഇന്ത്യയിലും നമ്മുടെ IITകളിൽ നടക്കുന്ന ഇതിൻ്റെ ഈ ഡിസബിലിറ്റീസും ഇഞ്ചുറീസും അസിസ്റ്റഡ് ടെക്നോളജിയും കൺട്രി ഫോക്കൽ പോയിൻ്റാണ് ഈ WHO വേണ്ടി. അപ്പോൾ നമുക്ക് എല്ലാ IITകളായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. NCAT എന്ന് പറഞ്ഞിട്ട് ICMRും IITയും ചേർന്നുകൊണ്ടൊരു സാധനം പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട്. അവിടെ മെഡിക്കൽ പ്ലസ് എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു കൊളാബറേഷനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഉദാഹരണം ഗോവാട്ടി മെഡിക്കൽ കോളേജ്, പിന്നെ ഇവിടെ ഗോവാട്ടി IIT, പിന്നെ റൂർക്കി, പിന്നെ വിഷൻ്റെ മുകളിൽ കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നത് IIT ഡൽഹി, മൊബിലിറ്റീൻ്റെ മുകളിൽ കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നവർ ഓരോ സ്പെഷ്യലിസ്റ്റ് ഉണ്ട് IIT ചെന്നൈ. അപ്പം ഇവർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഹാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പം ഈ റിയലൈസ് ദാറ്റ് ഈ ഒരു ഹാൻഡിൻ്റെ മൂവ്മെൻറ്റ് 25 മൂവ്മെൻറ്റ് ഉണ്ടെന്നുള്ളതാണ്. ഇത് റെക്കഗ്നൈസ് ദാറ്റ് ഇതിപ്പം ഒരു മൂവ്മെൻറ്റ്, ഇത് ഒരു മൂവ്മെൻറ്റാണ്, അവിടെ ഫ്ലെക്സിബിലിറ്റി ഇല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ പല മൂവ്മെൻറ്റും 25 മൊബിലിറ്റി പോയിൻറ്റ് ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നവർ. അപ്പോൾ ആ മൊബിലിറ്റിയെ റിപ്ലിക്കേറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് ദേ ഹാവ് ഡൺ കം ഔട്ട് വിത്ത് എ പ്രോട്ടോടൈപ്പ് ഓഫ് ആക്ച്വലി ഹാവിങ് എ ആർട്ടിഫിഷ്യൽ ഹാൻഡ്. സിമിലർലി നമ്മൾ പല സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ തായ്ലൻഡിൽ റീഹാബിലിറ്റേഷനായിട്ട് ബന്ധപ്പെട്ട് പോയ സമയത്ത് ദാറ്റ്സ് എൻ ഐഡിയ ഇംഗ്ലീഷ് ഡോക്ടർ ഇവിടെ എടുക്കാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ 3D പ്രിൻറ്റിങ്ങിൻ്റെ, അപ്പോൾ ഈ 3D പ്രിൻറ്റിങ്ങിൻ്റെ സാധനങ്ങൾ അവിടെ PhD ലെവലിൽ, അവിടുത്തെ സമാന PhD ലെവലിൽ അവിടെ 3D പ്രിൻറ്റിങ്ങിൻ്റെ പരിപാടിയുണ്ട്. പക്ഷേ 3D പ്രിൻറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതിൻ്റെ സോഫ്റ്റ്വെയർ ആണ്. അത് ഭയങ്കര പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർ ആണ്. ആ പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർ ഭയങ്കര ഹൈ കോസ്റ്റാണ് പലപ്പോഴും ഈടാക്കുക. അതുകൊണ്ട് ഈ ഒരു തായ്ലൻഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കി. അതിന് വേണ്ടിയിട്ട് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നല്ലൊരു സാധനം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രോസ്തറ്റിക്സ് സാധനങ്ങൾ, ഓർത്തോട്ടിക്സും പ്രോസ്തറ്റിക്കൊക്കെ PhD ലെവലിൽ അവിടെ വെച്ചിട്ട് അളവെടുത്തിട്ട് 3D പ്രിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ്.
അതിന് വലിയ കോസ്റ്റ് ഇല്ല ആക്ച്വലി. ലിറ്ററലി സ്പീക്കിംഗ് അത് വളരെ കോസ്റ്റ് ഇഫക്റ്റീവായിട്ടൊരു മാർഗ്ഗമാണ് അവരന്ന് ഇത് കാണിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ അത് നമ്മുടെ ഇന്ത്യയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഇത് ചെയ്യിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു ട്രെയിനിങ് കൊടുത്തിട്ട്. അപ്പോൾ സാധ്യതകൾ അനന്തമാണ് ഇതിൻ്റെ അകത്ത്. ആൻഡ് ദിസ് ഈസ് എ ബിഗിനിങ് ഓഫ് എ സച്ച് റെവല്യൂഷണറി തിങ്. ഞാൻ ഇപ്പം പറയാനെല്ലാം പ്രിപ്പയർ ചെയ്തിരുന്നു. എനിക്ക് പ്രിപ്പയർ ചെയ്തില്ലായിരുന്നു, പക്ഷേ ഇറ്റ് വാസ് നെക്സ്റ്റ് ടെമ്പർ. സോ വിത്ത് ദിസ് എന്താ ഈ ഇത് തുടക്ക വേർഡുകളോടുകൂടി ഈ ആമുഖ വാക്കുകളോടുകൂടി നിർത്തുന്നു. പിന്നെ ഈ ഇനോഗ്രേഷൻ നടക്കുന്നത് മുഹമ്മദ് സാർ വന്നിട്ടാണല്ലോ. അപ്പം ആ സമയത്ത് നമ്മൾ കൂടുതൽ സംസാരിക്കാം. ഇത് ഈ ഒരു ഇനീഷ്യേറ്റീവിന് മുൻകൈ എടുത്തിരിക്കുന്ന ഇദ്രീസ് ഡോക്ടറിനെയും ഇതിന് മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്ന എൻ്റെ ഗുരുനാഥന്മാരായ അഷ്റഫ് സാറും മോഹൻദാസ് സാറും, പിന്നെ ഇതിനെ ആ ടെക്നോളജി മുന്നോട്ട് കൊണ്ടുവന്ന ജെൻ റോബോട്ടിക്സിനും എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.